എന്തൊക്കെ സാർ ഈ കേൾക്കുന്നേ? അത് കേൾക്കാനും പറയാനും അത്ര സുഖമുള്ള കാര്യമല്ല സാർ. സാറിനുണ്ടായിരുന്ന ബഹുജന പിന്തുണയും ആദർശശുദ്ധിയൊക്കെ നഷ്ടപ്പെടുകയാണ് സാർ. അംബിക വർമ്മ ചോദ്യപേപ്പർ അട്ടിമറിച്ചു. അംബിക വർമ്മയ്ക്ക് അതിൽ നേരിട്ട് പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അംബിക വർമ്മയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ നേരിട്ട് വന്നത്. സാധ്യമല്ല സർ, സിറ്റുവേഷൻ വളരെ മോശമാവുകയാണ്. വെറുതെ എതിർക്കരുത്. എനിക്ക് സാറിനെ ധിക്കരിക്കേണ്ടി വരും. സാർ ഇപ്പൊ മിനിസ്റ്റർ അല്ലെങ്കിലും സാറിനോട് ഞങ്ങൾക്ക് സ്നേഹവും ആദരവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. മാഡം, ദയവ് ഇത് ഞങ്ങളോടൊപ്പം വരണം. എല്ലാവർക്കും തൃപ്തിയായല്ലോ. എന്റെ അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ എല്ലാവർക്കും സന്തോഷമായില്ലേ? അതിന് ഞങ്ങൾ എന്താ പഴിച്ചു? നിന്റെ അമ്മ കാശ് മേടിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി. ഹലോ, റെസ്റ്റോറന്റ് അല്ലേ? ഇത് റൂം നമ്പർ 17 നിന്നാണേ വിളിക്കുന്നത്. ഒരു ഓർഡർ ഉണ്ടേ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഞാൻ നമുക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു. ചിക്കൻ അൽഫാം, ചിക്കൻ 65, ഫുള്ള് തന്നെ വേണം. പിന്നെ താറാവ് റോസ്റ്റ്, നെയ്മീൻ ഫ്രൈ, 5 ചപ്പാത്തി, 5 പൊറോട്ട. സൂപ്പോ? സൂപ്പാണെങ്കിൽ മട്ടൺ സൂപ്പ് മതി. പിന്നെ വെജിറ്റബിൾ സലാഡ് കൂടി വേണം. അതെ, റൂമിലേക്ക് തന്നെ. ശരി. ജേട്ടാ, ജേട്ടന് വേറെ വല്ലതും വേണമായിരുന്നോ? തൽക്കാലം എനിക്കൊന്നും വേണ്ട. പക്ഷേ പിറകെ വരേണ്ടി വരും. ഒരു ആംബുലൻസ്. ആംബുലൻസോ? അതെന്തിന്? മന്ത്രി അംബിക വർമ്മയുടെ പി ആയതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി എന്റെ എല്ലാം കൂടെ തല്ലി ഒടിക്കും. അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി ഒരു ആംബുലൻസ് വേണ്ടേ? ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ഈ നെകളിപ്പം പത്രാസൊക്കെ പരിധി വിട്ടപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ കരുതിയതാ പണി പാല് വെള്ളത്തിൽ കിട്ടുമെന്ന്. ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ ചേട്ടാ. കഞ്ഞിയും പയറും വാട്ടുകപ്പയും കണ്ണിമാങ്ങ അച്ചാറും കഴിച്ചു കിടക്കണ്ട നീ. ചിക്കൻ ഡിപ്പി കോസും മട്ടൻ കുപ്പി കിസും ഒക്കെ ഓർഡർ ചെയ്യപ്പോഴേ ദൈവം ഒരു പണി തന്നതാ. ദൈവം എന്ത് പണി തന്നുന്നാ? നിന്റെ ബോസ് മിനിസ്റ്റർ അംബിക വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ദൈവമേ, എവിടെ ഓടിയായ?
പായസത്തെ പറയണല്ലായിരുന്നല്ലേ? ചേട്ടാ എന്തിനാ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്ത്? ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച വൻ അഴിമതി നടത്തിയെന്നാ ന്യൂസ്. പിന്നെ മന്ത്രി അംബികയുണ്ട്, അഴിമതിക്കുന്നൊരു കുറവും വരില്ലല്ലോ. ആ സെക്രട്ടേറിയറ്റ് വിഴുങ്ങുന്നായിരുന്നു എന്റെ പേടി. ദൈവമേ, ചേട്ടന്റെ പണി പോവോ? പണിയൊക്കെ പഴയ പോയി. അംബിക മേഡത്തെ കുടിക്കതാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. ആ അനന്തംപിള്ള ആരാ മോൻ? പക്ഷേ പാർട്ടി സെക്രട്ടറിയായ അയാള് അംബിക മേഡത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തില് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല മാക്സിമം സപ്പോർട്ടുണ്ടായിരുന്നു. അതാണ് വക്കീലെ അനന്തംപിള്ള. അവനെ എനിക്കറിയാൻ പറ്റുന്ന പോലെ മറ്റാർക്കും അറിയില്ല. തലോടുന്ന കൈകൊണ്ട് തന്നെ തല്ലിക്കൊല്ലുകയും ചെയ്യും. നാടുനീളെ വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമാ. സാറിന്റെ ഇമേജും കൂടി ഈ കൂട്ടത്തിൽ പോയി. സാറിന് നല്ല പൊതുജന സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അംബിക മേഡത്തിന് അതൊന്നുമില്ല. അതെങ്ങനെ ഉണ്ടാവും വക്കീലെ? രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലല്ലോ. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുമില്ല. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട മിനിമം യോഗ്യത അയാൾ ജനകീയനായിരിക്കണം എന്നതാണ്. അല്ല, ജാമ്യം വേണ്ടെന്ന് വാശി പിടിച്ച് ഈ ലോക്കപ്പിൽ കിടക്കുന്ന എന്തിനാണെന്ന് എനിക്കും മനസ്സിലാവാത്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളെന്താ എന്നെ ലോക്കപ്പിലിടാത്തെ?